എന്റെ ചേട്ടാ പുറത്ത് പറയാൻ കൊള്ളത്തില്ല. ഞാൻ വന്ന് നോക്കുമ്പോ ആ ചേച്ചിയുടെ ഈ ചേട്ടനെ തൊടയില. ആഹാ, എന്ത് കേൾക്കുന്നേ? കല്യാണം പോലും കഴിക്കാതെ ചുറ്റിക്കളി. നിനക്കൊക്കെ അത്രയ്ക്ക് മുട്ടിയിരിക്കുവാണെങ്കിൽ മറ്റേ യോയോറുമോ? ആ ഓയോറും എടപ്പള്ളിയിലും പാലാരോട്ടൊക്കെ ഉണ്ട്. അതിപ്പൊക്കൂടെ? എന്റെ പൊന്നിയേട്ടാ, ഇതെന്റെ ഭാര്യയാണ്. ഫോട്ടോ നോക്കും. അതിന് ഈ ഫോട്ടോയിലും താലിയില്ലേട്ടാ. അപ്പൊ ചുറ്റിക്കളിയല്ല, കാമുകിയ. ആരായാലും എന്തുവാ ഈ പരിപാടിയാണോ കാണിക്കുന്നത്? ഇത് നിങ്ങളെ കെട്ടുമെന്ന് തോന്നുന്നുണ്ടോ? എഴുതി വെച്ചു, ഇവനൊന്നും കെട്ടാൻ പോകുന്നില്ല. നീ ഒരു കാര്യം ചെയ്, നിന്റെ വീട്ടിലെ നമ്പർ പറ, വീട്ടിൽ നിന്ന് ആള് വന്നിട്ട് പോയാ മതി. നിന്റെ പേരെന്താ? പേര് നീതു. അച്ഛനമ്മയ്ക്ക് എന്ത് ചെയ്യുന്നു? അച്ഛൻ ഇവിടുത്തെ സിഐ, അമ്മ ഹൗസ് വൈഫാ. എന്നാ പിന്നെ പൊക്കോ, മേലെ ഇത് ആവർത്തിക്കരുത്. നിനക്ക് പഠിക്കാനുള്ളല്ലേ? ഓക്കെ. അല്ല, നിക്ക് പോകാൻ പറ്റേ. നേരത്തെ കല്യാണം കഴിച്ചിട്ടില്ലെന്നോ കാമുകിമാരാണെന്നോ അങ്ങനെ എന്തൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. ഇനിയിപ്പോൾ അവളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നിട്ട് നീയൊക്കെ പോയാൽ മതി. ഒരാണിനും പെണ്ണിനും അവർക്ക് സമ്മതമാണെങ്കിൽ ഈ നാട്ടിൽ ഒന്നിച്ച് നടക്കാമിരിക്കാം. അതിനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഈ നാട്ടിലുണ്ട്. അതൊന്നും നീയൊന്നും നോക്കേണ്ട ആവശ്യമില്ല, മനസ്സിലായ? പിന്നെ നിന്നോട് ഇനി മേലാൽ നീക്കെ സദാചാര പരിപാടിയായിട്ട് നിന്നെയൊക്കെ ഞാനിവിടെ കണ്ട പെണ്ണാണെന്നുള്ള കാര്യമൊക്കെ ഞാനങ്ങ് മറക്കും. അങ്ങനെ അങ്ങ് ഭീഷണിപ്പെടുത്തല ചേട്ടാ. ഞാനൊന്ന് ഒച്ച തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അമ്മായിച്ച CA ആണെന്ന് പറഞ്ഞു ഒരു പെങ്കൊച്ചുകൊണ്ട് കേസ് കൊടുത്താൽ കേസ് എടുക്കാനുള്ള വകുപ്പൊന്നും വിടില്ല. മോളെ, എന്റെ വീഡിയോ എടുക്കരുത്, അതെന്റെ പ്രൈവസിനെ ബാധിക്കുന്ന കാര്യമാണ്. ബാക്കിയുള്ളവരുടെ പ്രൈവസി കയറി നിനക്കൊക്കെ തലയിടാം, അതിനൊരു കുഴപ്പമില്ല. നീയൊക്കെ എന്തെങ്കിലും തെണ്ടിത്തരം കാണിക്കുന്ന വീഡിയോ എടുത്ത് വെച്ചാൽ അത് വലിയ പ്രൈവസി ഇഷ്യൂ. മോളെ, നേരത്തെ പറഞ്ഞൊക്കെ തന്നെ എനിക്ക് ഇപ്പോഴും പറയാനുള്ളത്, വെറുതെ ആവശ്യമില്ലാത്ത ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ ഇടപെടരുത്. പഠിച്ചൊരു ജോലിയൊക്കെ കിട്ടി ചിലപ്പോൾ പുറത്തോട്ടൊക്കെ പോകേണ്ടിയിരിക്കത്തില്ലേ. ഇപ്പം ഞങ്ങളൊരു മാനനഷ്ടത്തിന് കേസ് കൊടുത്തു കഴിഞ്ഞാൽ നീ പിന്നെ അതിൻ്റെ പുറകെ തോന്നേണ്ടി വരും. അതൊക്കെ വേണോ? അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടാൻ വരരുത്.